ഒരു ബിസിനസ് ക്ലയന്റിനെ എങ്ങനെ അപ്രോച്ച് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാവും. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ബിസിനസ് ക്ലയന്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ബയർ പേഴ്സണ. ബയർ പേഴ്സണ പറഞ്ഞാൽ ഒരു ക്ലയന്റിനെ അടിമുടി നോക്കി അവരുടെ നെഗറ്റീവ് അവരുടെ പോസിറ്റീവ് എല്ലാം മനസ്സിലാക്കി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ബയർ പേഴ്സണ എന്നത്. എങ്ങനെയാണ് ഞാൻ പഠിപ്പിക്കാം. നമ്മളൊരു ഡ്രസ് ഷോപ്പ് നമ്മൾ ക്ലയന്റായിട്ട് എടുക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ അവരുടെ കോമ്പറ്റീറ്ററെ അനലൈസ് ചെയ്യുക. നമ്മുടെ ക്ലയന്റ് എന്തൊക്കെയാണ് ചെയ്യാത്തത്, ബട്ട് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ആദ്യം അനലൈസ് ചെയ്യണം. അപ്പോൾ കോമ്പറ്റീറ്റർ അനലൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു പിടി കിട്ടും നമ്മുടെ ക്ലയന്റിനെ എങ്ങനെ വേണം അപ്രോച്ച് ചെയ്യാൻ, അവർ ഏതാണ് അവരുടെ നെഗറ്റീവ്. അപ്പോൾ അതിനുവേണ്ടി ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിട്ട് അവരെ ഇതെല്ലാം സ്ട്രാറ്റജിയൊക്കെ നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു നോട്ട് ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ ക്ലയന്റിന്റെ നെയിം, അവരുടെ ബ്രാൻഡ്, അവർ എന്താണ് ചെയ്യുന്നത്, എന്നിട്ട് ഇവർ കോമ്പറ്റീറ്റേഴ്സ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ക്ലയന്റ് എന്താണ് ചെയ്യുന്നത് എല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ട് നോട്ടാക്കുക. എന്നിട്ട് നമ്മൾ ക്ലയന്റിനെ അപ്രോച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ആ ക്ലയന്റിനെ കിട്ടും. നമ്മളല്ലാതെ ചുമ്മാ ഒരു ക്ലയന്റിനെ നമുക്ക് ചുമ്മാ കണ്ടു, ഓക്കെ ഇന്ന് ഇവരെ എനിക്ക് പിടിക്കാം, എന്നിട്ട് നേരെ പോയി ഹലോ സാർ ഞങ്ങൾ ഇങ്ങനെ ചെയ്യും, ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക് ചെയ്യും, അപ്പോൾ നിങ്ങൾ എനിക്ക് നിങ്ങളെ വർക്ക് തരാമോ എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. അവർ ചിലപ്പോൾ വീഴത്തില്ല. പക്ഷേ അവരുടെ നെഗറ്റീവ് സൈഡ് നമുക്കറിയാം. നമ്മൾ ആ നെഗറ്റീവ് സൈഡ് വെച്ച് അവരെ ഹുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ് അവർ വീഴും. ചിലപ്പോൾ അവർ പോലും ചിന്തിച്ച് കാണത്തില്ല അവർ ഈ സംഭവം ചെയ്യുന്നില്ല, അവരുടെ കോമ്പറ്റീറ്റർ ചെയ്യുന്നുണ്ടെന്ന്. സോ നമ്മൾ ഈ സാധനം അറിയി കഴിഞ്ഞാൽ ഉറപ്പാണ് ആ ക്ലയന്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇനിയെങ്കിലും എന്തെങ്കിലും ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും ക്ലയന്റിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ബയർ പേഴ്സണെ ക്രിയേറ്റ് ചെയ്തിട്ട് പോകുന്നത് എന്തായാലും ആ ബിസിനസ് ക്ലയന്റ് നമുക്ക് കിട്ടും.